നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയിരുന്നു 25,230 എന്ന റേഞ്ചിൽ. പക്ഷേ ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. 25,159 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ മൂവ് ചെയ്യുന്നത്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ 25,144 എന്ന റേഞ്ചാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഇടിവ് കാണുന്നത് 175 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണുന്നത്. മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോഴും സൂചികകൾക്കോ അല്ലെങ്കിൽ ഓഹരികൾക്കോ ഒന്നും തന്നെ കാര്യമായ പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റി 25,100 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ 25,100 നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് 25,000 സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് അനലിസ്റ്റുകൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. 25,000 ഡൗൺ സൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട്. നിലവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് 25,100 എന്നുള്ള ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്സൈഡിലോട്ട് വരികയാണെങ്കിൽ 25,250 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. 25,250 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് മൂവ് ചെയ്താൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ സൂചികയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 25,330 എന്നൊരു ലെവൽ മറികടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ 25,600 to 700 എന്ന റേഞ്ചിലോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ സൂചികയിൽ ഉണ്ടായേക്കാമെന്ന് പറയുന്നുണ്ട്. 25,000 തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് പതിവ് പോലെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം. റിസൾട്ട് വന്ന കമ്പനികളിൽ ബ്രോക്കറേജിൻ്റെ വ്യൂവും പരിശോധിക്കാം. ലാർസൻ ആൻഡ് ടെക്നോളജിയുടെ Q1 നമ്പേഴ്സ് വന്നിരുന്നു. L&T ടെക്നോളജി സർവീസസിൻ്റെ വ്യൂ നോക്കാം. സിറ്റി എന്ന ബ്രോക്കറേജ് ഇപ്പോൾ സെൽ എന്ന ടാർഗറ്റ് ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത്. 4,015 രൂപയാണ് ഇതിൻ്റെ ബേസിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു കമ്പനി വീക്കായിട്ടുള്ള ഒരു നമ്പേഴ്സാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. വരുമാനം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മാർജിനും ഒരു സമ്മർദ്ദം ഫേസ് ചെയ്തൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ റവന്യൂ ഗൈഡൻസ് അവർ നൽകിയ സമയത്ത് ഈ ഒരു വർഷം അവരെ സംബന്ധിച്ച് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഓർഡർ ബുക്ക് ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൈപ്പ് ലൈനും ഹെൽത്തി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഓൾറെഡി അവരുടെ കയ്യിൽ ഹെൽത്തി ആയിട്ടുള്ള ഓർഡറുകൾ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവരുടെ ഹെഡ് കൗണ്ട് നോക്കുന്ന സമയത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 2% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഫ്ലാറ്റിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഹെഡ് കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും മാനേജ്മെൻറ്റ് പറയുന്നത് സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ ഒരു വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ്. കാരണം കുറേയധികം ഓർഡറുകൾ ഇനി കൺവേർഷൻ ആവാനുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ കൺവേർട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റവന്യൂവിനെ പിന്തുണ നൽകുന്നുണ്ട്, മാർജിനെ സപ്പോർട്ട് ചെയ്യും. അത്തരത്തിൽ പിന്നെ മാത്രമല്ല വരും ക്വാർട്ടേഴ്സിൽ പുതിയ കരാറുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതും കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗൈഡൻസ് നൽകിയതായിട്ട് കാണാം. ഇനി മോർഗൻ സ്റ്റാൻലി L&T ടെക്നോളജി സർവീസസിന് ഈക്വൽ വെയിറ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 4,500 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. മോർഗൻ സ്റ്റാൻലി ഗ്രാജ്വലി ഇവർക്കൊരു റിക്കവറി രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിയർ ടേമിലേക്ക് അവർക്ക് ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും പോവുക എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസും കൂടി മോർഗൻ സ്റ്റാൻലി പങ്കുവച്ചിട്ടുണ്ട്. HSBC L&T ടെക്നോളജി സർവീസിന് ഹോൾഡ് എന്ന റെക്കമെൻഡേഷനാണ് നൽകിയിരിക്കുന്നത്. 4,790 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. HSBCയുടെ എസ്റ്റിമേറ്റിനൊത്ത് ഒരു റവന്യൂ മാർജിനോ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇനി വരുന്ന ക്വാർട്ടറിലും അതായത് നെക്സ്റ്റ് ക്വാർട്ടറിലും ഇതേപോലത്തെ ഒരു പെർഫോമൻസ് തന്നെ ആയിരിക്കും കമ്പനി രേഖപ്പെടുത്താൻ സാധ്യത. പക്ഷേ ഓൾറെഡി ഇവർക്ക് സ്ട്രോങ് ഡീൽസ് ഒക്കെ കിട്ടുകയാണ്. നിലവിൽ ഓൾറെഡി ഉള്ള പൈപ്പ് ലൈനൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തൊട്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻസും HSBC പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോൾഡ് എന്ന സ്റ്റാൻസ് നൽകിയിരിക്കുന്നത്. പുതിയതായിട്ട് ബൈ ഇനിഷ്യേറ്റീവ് എടുക്കാതിരിക്കുക, നിലവിൽ കൈവശമുള്ളവർ തുടരുക എന്നതാണ് ഹോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമുറ L&T ടെക്നോളജി സർവീസസിന് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 3,600 രൂപയാണ് ഇതിൻ്റെ ബേസിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഡീൽ വിൻസ് സ്ട്രോങ് ആയിട്ട് തുടരുന്നത് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. പൈപ്പ് ലൈനും സ്ട്രോങ് ആയിട്ട് തുടരുന്നത് ഒരു പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. ഇനി FY26 അവർ നൽകിയിട്ടുള്ള ഗൈഡൻസിൽ പറയുന്നത് റവന്യൂ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 മുകളിൽ ഉള്ള ഒരു വരുമാന വളർച്ച, 10 to മുകളിലോട്ട് ഡബിൾ ഡിജിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എബിറ്റ് മാർജിൻ നോക്കുമ്പോൾ
നിലവിലും ഒരു പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും സെക്കൻഡ് ക്വാർട്ടറിലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. പക്ഷെ പിന്നെ ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 3600 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ഇനി തെർമാക്സ് എന്ന സ്റ്റോക്കിന് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ആഡ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട്. അതായത് ഓൾറെഡി കൈവശമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു ആഡ് എന്ന സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതൽ ലോഞ്ചസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. അവരുടെ ബിസിനസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. മാത്രമല്ല കൂടുതൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ചേർന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ കമ്പനി ആലോചിക്കുന്നുണ്ട്. കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തെർമാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏർണിങ്സ് പെർ ഷെയർ വളരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ വിലയിരുത്തുന്നത്. 2028 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ, നിലവിലെ 2025 വർഷം തൊട്ട് 28 വർഷം വരെയുള്ള കാലയളവിൽ 20% CAGR വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏർണിങ്സ് പെർ ഷെയറിൽ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് തെർമാക്സിന് ഇപ്പോൾ ആഡ് എന്ന സ്റ്റാൻസ് നൽകിയിരിക്കുന്നത്. ഇനി ടെക് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ നോക്കാം. ടെക് മഹീന്ദ്രയ്ക്ക് CLSA ഹൈ കൺവെൻഷണൽ ഔട്ട് പെർഫോമൻസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 2020 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ എബിറ്റ അതോടൊപ്പം തന്നെ റവന്യൂ ഒക്കെ ഇൻലൈൻ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് തന്നെയായിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എബിറ്റ് മാർജിൻ ബെറ്ററായി വന്നതുകൊണ്ട് റവന്യൂ ഗ്രോത്ത് കുറഞ്ഞത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. മാത്രമല്ല അവർക്കും ഈ ടെക് മഹീന്ദ്രയ്ക്കും നല്ല ശക്തമായിട്ടുള്ളൊരു ഓർഡർ ബുക്ക് തുടരുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ എക്സ്പാൻഷൻ പ്ലാനുകൾ അടക്കമുള്ള പല ഫോക്കസ് ഏരിയകളിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനാൽ തന്നെ കമ്പനിക്ക് അടുത്തൊരു ക്വാർട്ടർ തൊട്ട് കുറേ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ CLSA പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുന്നത്. HSBC ടെക് മഹീന്ദ്രയ്ക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നു. 1900 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കമ്പനിയുടെ ഡൗൺ സൈഡ് റിസ്ക് ആയിട്ട് HSBC ചൂണ്ടിക്കാണിക്കുന്നത് മാർജിൻ എക്സ്പാൻഷനിൽ എന്തെങ്കിലും കാലതാമസം നേരിടുകയാണെങ്കിൽ അത് കമ്പനിയുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ 2027 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കൂടുതൽ എക്സ്പാൻഷൻ പ്ലാനുകളുടെ ഭാഗമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് കുറേ കൂടെ ഗ്രോത്ത് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ കൂടിയും HSBC പങ്കുവെക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത്. ഇനി നോമുറ ടെക് മഹീന്ദ്രയ്ക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 1810 രൂപയാണ് അപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നോമുറയും പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നത് അവരുടെ ഡീൽ വിൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പൈപ്പ് ലൈനും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ 2026 സാമ്പത്തിക വർഷത്തിൽ വരുമാന വളർച്ച കുറേ കൂടെ മെച്ചപ്പെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറേ കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ടെക് മഹീന്ദ്രയ്ക്ക് ഈ വർഷം സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ നോമുറ പങ്കുവെക്കുന്നുണ്ട്. ഇനി ജെഫറീസ് ആണെങ്കിൽ അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 1400 രൂപയാണ് ജെഫറീസ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ജെഫറീസിൻ്റെ ഒരു വ്യൂ പ്രകാരം കമ്പനിയുടെ റവന്യൂ എസ്റ്റിമേഷനൊത്ത് ഉയർന്നിട്ടില്ല എന്നാണ് ജെഫറീസ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ അവരുടെ പ്രോഫിറ്റ് എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്നതായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് അതർ ഇൻകം വർദ്ധിച്ചതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കൂടി. അതർ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ കോർ ബിസിനസ്സിൽ നിന്നും അല്ലാണ്ട് പുറമെ നിന്ന് ലഭിക്കുന്ന ഇൻകത്തിനെയാണ് നമ്മൾ അതർ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേക്ക് സെയിലൊക്കെ നടത്തിയിട്ട് കിട്ടുന്ന എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഷോർട്ട് ടേം ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും അതർ ഇൻകം. അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. കോർ ഇൻകത്തിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ ഫർദർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതർ ഇൻകം കൂടിയത് കൊണ്ടാണ് ഇത്തവണ അവരുടെ പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. അതൊരു
ഭയങ്കര പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും പോസിറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത് അവരുടെ ഓർഡർ വിന്ന് ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ക്വാർട്ടർ മുതൽക്ക് അവർക്ക് ഒരു പക്ഷേ റിക്കവറി മോഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ വരുമാനത്തിലും പ്രോഫിറ്റിലും ഒക്കെ തന്നെ മുന്നോട്ടേക്ക് വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും പല ചാലഞ്ചസുകൾ ഓൾറെഡി നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ്സിലുണ്ട്. വേജ് ഹൈക്ക് സൈക്കിൾ പോലുള്ള പല പ്രതിസന്ധികളും എങ്ങനെ അവർ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തൽ ജെഫ്രീസ് പങ്കുവെക്കുന്നുണ്ട്. ഇനി മോർഗൻ സ്റ്റാൻലിയും ഇപ്പോൾ അണ്ടർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 1555 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി അണ്ടർ വെയ്റ്റ് എന്നുള്ളൊരു സ്റ്റാൻസ് നൽകുമ്പോൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൺസേൺസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി അവരുടെ കയ്യിൽ ഡീൽ വിൻസ് കുറേ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡീൽ വിൻസിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ റവന്യൂ പ്രോഫിറ്റും ഒക്കെ ആയിട്ട് അവരുടെ ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ താമസം വരികയാണെങ്കിൽ, പ്രതീക്ഷിച്ച സമയത്ത് തന്നെ അവർക്ക് ഡീൽ കൺവേർഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കമ്പനിക്ക് അതൊരു റിസ്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൾറെഡി നമുക്കറിയാം US-ൻ്റെ ഒരു എക്കോണമിയുടെ ഒരു നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പല കൺസേൺസും ഇന്ത്യൻ മാർക്കറ്റിനെ അടക്കം എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാക്രോ ഇവൻറ്റ്സ് നെഗറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും കമ്പനിക്ക് ഒരു കൺസേൺ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം റിസ്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് അണ്ടർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലെൻമാർക്ക് എന്ന സ്റ്റോക്കിൽ നോമുറ ഒരു പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 1500 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ഗ്ലെൻമാർക്കിൻ്റെ അപ്ഡേറ്റ്സ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അവർക്ക് ഒരു അക്വിസിഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ തോതിലുള്ളൊരു പൊട്ടൻഷ്യലാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല അനലിസ്റ്റുകളും ഗ്ലെൻമാർക്ക് ഓഹരിയിൽ ഒരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അത്തരത്തിൽ നോമുറയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1500 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്. ഏഞ്ചൽ വൺ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ കുറവുണ്ട്, വരുമാനത്തിൽ കുറവുണ്ട്. എങ്കിലും ഇന്നത്തെ ഒരു പെർഫോമൻസ് ഏഞ്ചൽ വണ്ണിന് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചതായിട്ട് കാണും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിൽ നല്ലൊരു ശക്തമായിട്ടുള്ള പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 33% ഉയർന്നിരിക്കുന്നത് എന്ന് അവരുടെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല 123% വർധനവ് ക്രെഡിറ്റ് ഡിസ്പേഴ്സൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ കൂടി റിസൾട്ടിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവരുടെ ഓവറോൾ ബിസിനസ്സിൻ്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 61% കുറവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വരുമാനം 19% കുറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകളുടെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഭൂരിഭാഗം അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത്. 2778 രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവറേജ് ആയിട്ട് എല്ലാ അനലിസ്റ്റുകളും ബൈ ഇനിഷ്യേറ്റീവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2778 എന്ന റേഞ്ചാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതായത് നിലവിലെ ഒരു കറണ്ട് ലെവൽസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ലെവലിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. സോ ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് പല അനലിസ്റ്റുകളും സ്വീകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് ഒരു 1 ഇയർ ടൈം ഫ്രെയിമിലൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ നോക്കാം. അതിലൊന്ന് ടെക് മഹീന്ദ്രയ്ക്ക് മോത്തിലാൽ ഒസ്വാൾ 24% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ച് 2000 രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നുണ്ട്. ഈ ഒരു റിസൾട്ടിൻ്റെ ബേസിലാണ് നൽകിയിരിക്കുന്നത്. ചോയ്സ് ബ്രോക്കിംഗ് L&T ടെക്നോളജി സർവീസസിന് ആഡ് എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട്. 11% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രോക്കറേജുകൾ ഒരു 1 ഇയർ ടൈം ഫ്രെയിമിലേക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചത്. യെസ് സെക്യൂരിറ്റീസ് ICICI ലൊംബാർഡിന് ആഡ് എന്ന സ്റ്റാൻസ് നൽകിയിട്ടുണ്ട്. 2350 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് യെസ് സെക്യൂരിറ്റീസ് കണക്കാക്കുന്നത്. 19% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ യെസ് സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഓഹരി APJ സുരേന്ദ്ര എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനിക്ക് 42% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. 230 രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട്. നിലവിൽ 160 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. മോത്തിലാൽ ഒസ്വാളിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ട്രെൻഡാണ്. ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 6650 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നുവാമ HDFC ലൈഫിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 920 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത്.
ICICI Prudential ലൈഫ് ഇൻഷുറൻസിനും നുവാമ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 770 രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നുവാമ കണക്കാക്കുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. റിസൾട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള ടാർഗറ്റ് പ്രൈസുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ എല്ലാ ബ്രോക്കറേജസുകളും അവരുടേതായിട്ടുള്ള വ്യൂവിലായിരിക്കും ടാർഗറ്റ് പ്രൈസുകൾ നൽകുക. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ തന്നെ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയത് കണ്ടു. അണ്ടർ വെയ്റ്റും അണ്ടർ പെർഫോമൻസും ഒരേ സ്റ്റോക്കിന് തന്നെ ലഭിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും ഇത്തരം സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരം വ്യൂകളൊക്കെ തന്നെ കൺസിഡർ ചെയ്യുക. തുടർന്ന് വിദഗ്ധരുടെ അഭിപ്രായത്തോടു കൂടി മാത്രം നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.